ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. മുതിര വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ, വളരെ ഹെൽത്തിയാണ്. അപ്പം നമ്മൾ മുതിര ഇവിടെ ഒന്ന് വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മുതിരയുടെ പരിപ്പായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ചക്കക്കുരുവാണ് ഇടുന്നത്. മുതിര ചക്കക്കുരു ചാറാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ കുറച്ച് 3-4 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. താളിപ്പിന് നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. അത് കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ താളിപ്പിൽ യൂസ് ചെയ്യും. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും. ഞാനിവിടെ കല്ലുപ്പാണ് യൂഷ്വലി ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മൾ ഇത് കൂടാതെ നമുക്ക് പൊടികളിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ അതൊരു 3/4 ടീസ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നമ്മൾ മുതിര പരിപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് നന്നായി തിരുമ്മി കൊടുത്തിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പം കഴുകി വെച്ച മുതിരയിലേക്ക് നമ്മൾ ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മുങ്ങി നിൽക്കാൻ മാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിയായിട്ട് ഇപ്പോൾ എടുത്ത മഞ്ഞളും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. വേറെ കൂടുതലായിട്ട് മസാലകളോ ഒന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു 4 to 5 വിസിൽ നന്നായിട്ടിത് വേവിച്ചെടുക്കണം. മുതിര വളരെ ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു പരിപ്പാണ്. അപ്പം നമ്മളിത് നമ്മുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ കറിയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതൊരു തോരൻ പോലെ ആക്കിയിട്ടോ അങ്ങനെ പല ഫോമിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മുതിര വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ജീരകവും അതുപോലെ 2 വെളുത്തുള്ളി കഷ്ണം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് ശരിക്കും പേസ്റ്റ് പോലെ ഒന്ന് ആവേണ്ട കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു 2 പ്രാവശ്യം നമ്മളൊന്ന് കറക്കിയെടുത്താൽ മതി. കുറച്ച് തുരുതുരയായിട്ട് അരയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇവിടെ നമ്മുടെ മുതിരയും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നോക്കിയാൽ അറിയാം, പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അത് അരപ്പ് ഞാൻ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3 to 4 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്യുക. തേങ്ങയുടെ ആ പച്ച സ്വാദൊക്കെ മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി കണ്ടാൽ അറിയാം തിള വന്നിട്ടുണ്ട് നന്നായിട്ട്. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കുക്കർ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് താളിപ്പ് റെഡിയാക്കി നോക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ വേവൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഒരു താളിപ്പിന് ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഉള്ളി ഇട്ടിട്ടുള്ള താളിപ്പാണ്, ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള. അപ്പം ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഈ അടിപൊളിയായിട്ടുള്ള ഒരു കറി റെഡിയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. താങ്ക്